വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് ചെവിയിൽ വെള്ളം കയറുന്നു, മൂക്കിൽ വെള്ളം കയറുന്നു, ബിഗിനേഴ്സാണ് ചേട്ടാന്ന് പറയുന്നത്. ഇതെങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? നല്ല സൂപ്പർ കമന്റ്. ഇതുപോലെ നല്ല കമന്റുകൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയ ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. വെള്ളം മൂക്കിൽ കയറും, വെള്ളം വായിൽ കയറും എന്നൊക്കെയുള്ള കമന്റുകൾ കുറെ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിലേക്ക് നമ്മൾ മുങ്ങുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് വായ തുറക്കാനോ ബ്രീത്ത് എടുക്കാനോ പാടില്ല. നമ്മൾ അറിയാണ്ട് തന്നെ ബ്രീത്ത് എടുത്ത് പോകുമ്പോഴാണ് മൂക്കിൽ കൂടെ വെള്ളം കയറുന്നത്. നമ്മൾ ചെറുതായിട്ട് നമ്മൾ പോലും അറിയാണ്ട് വലിക്കുമ്പോഴാണ് വെള്ളം കയറുന്നത്. വായ തുറക്കാനായിട്ട് പാടില്ല. വായ തുറന്നാൽ ഈ പറഞ്ഞ പോലെ വെള്ളം കയറാനുള്ള സാധ്യത. ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് വെള്ളം കയറാതിരിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിക്കൂടെ വെള്ളം കയറുന്നത് നമ്മൾ മൂക്കിക്കൂടെ വലിച്ചല്ലാതെ ഒരിക്കലും കയറില്ല. നമ്മൾ തല കുത്തി നിന്നാൽ പോലും നമ്മുടെ മൂക്കിക്ക് വെള്ളം കയറില്ല. മൂക്കിക്കൂടെ വലിച്ചാൽ മാത്രമേ കയറുള്ളൂ. അപ്പം നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ചെവിയിൽ വെള്ളം കയറുന്നത് എന്നാണ്. ചെവിയിൽ വെള്ളം കയറുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ബോഡി പെട്ടെന്ന് ചെവിയിൽ വെള്ളം കയറുന്ന ഒരു ബോഡിയായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വെറുതെ മുങ്ങുമ്പോഴത്തേന് വെള്ളം കയറും. ചില ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്താലും വെള്ളം കയറില്ല. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേഗം വെള്ളം കയറുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ നല്ല ഇയർ പ്ലഗ് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും നിൽക്കാതിരിക്കുക. ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത പൊസിഷൻസുകൾ, തലകുത്തി മറിയുക, ബിഗിനേഴ്സ് ആയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെവിയിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം കയറുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഇയർ പ്ലഗ് യൂസ് ചെയ്യുക. ഇനി ചെവിയിൽ വെള്ളം കയറി എന്താ ചെയ്യാന്നുള്ളതിന്റെ വീഡിയോ 1-2 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കമന്റിലും കൂടി ഒന്ന് പിൻ ചെയ്യാം. ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അഥവാ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.